നോക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോഴും നിങ്ങൾ ദൈവവുമായിട്ട് സമാധാനമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ പാപിയായിട്ട് ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ, ഇന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നിങ്ങൾ യാഗങ്ങളും ബലികളും കർമ്മങ്ങളും പെരുന്നാളുകളും തിരുനാളുകളും നോയമ്പുകളും നോക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട, ദൈവവുമായിട്ട് നിങ്ങൾക്ക് സമാധാനം വന്നിട്ടില്ലെന്നുള്ള തെളിവാണ്. ദൈവവുമായിട്ട് സമാധാനം വന്നവരൊന്നും യാഗം കഴിക്കാറില്ല. ദൈവമായിട്ട് സമാധാനം വന്നിരിക്കുന്നതാണ് ഇനി നോയമ്പ് നോക്കേണ്ട കാര്യമില്ല. ദൈവമായിട്ട് സമാധാനം വന്നിരിക്കുന്നവർക്ക് ഇനി പദയാത്രകളോ പെരുന്നാളുകളോ തിരുനാളുകളോ ആവശ്യമില്ല. വിശ്വാസത്താൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് വഴി അവൻ എന്റെ പാപങ്ങളെ ക്രൂശിന്മേൽ വഹിച്ച് ആ പാപത്തിന്റെ ശിക്ഷയേറ്റെന്ന് ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക വഴി ഇനിയും ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിലേക്ക് നമുക്കും സൗജന്യമായിരിക്കുന്ന പ്രവേശനമുണ്ട്. ആകയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ എന്താണ് ചെയ്യേണ്ടത്? ഇന്നു മുതൽ ഞാൻ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ദൈവത്തെ കാണുകയുള്ളൂ. ഇന്നു മുതൽ യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയെ മാത്രമേ ഞാൻ ആരാധിക്കത്തുള്ളൂ. ഇന്നു മുതൽ ഞാൻ യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയെ മാത്രമേ സ്തുതിക്കത്തുള്ളൂ. ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രമാണ്.